IPL ക്രിക്കറ്റിൽ ഏറെക്കാലമായി തോറ്റു തുടങ്ങാറുള്ള മുംബൈ ഇന്ത്യൻസ് ഇത്തവണ പതിവ് തെറ്റിച്ച് ജയിച്ചു തുടങ്ങി. തോറ്റു തുടങ്ങി പിന്നീട് ജയിച്ച് കപ്പും തൂക്കാറുള്ളതാണ് ശീലം. എന്നാൽ ജയിച്ചു തുടങ്ങി തോറ്റ് തൊപ്പിയിടുകയാണ് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ്. പഞ്ചാബ് കിങ്സിനെതിരെയും തോറ്റതോടെ ഇത് സീസണിലെ തുടർച്ചയായ 4ാം തോൽവി. മുംബൈക്ക് എവിടെയാണ് പിഴയ്ക്കുന്നത് എന്നതിനേക്കാൾ എവിടെയാണ് മുംബൈക്ക് നല്ലത് എന്ന് ചർച്ച ചെയ്യാം. കാരണം നല്ലതെന്ന് പറയാൻ അധികം കാരണങ്ങളൊന്നുമില്ല എന്നത് തന്നെ. താരതമ്യേന പുതിയ ടീമുകളായ ഗുജറാത്തും ലക്നൌവും ഡൽഹിയും പഞ്ചാബും ഇതാദ്യമായി കപ്പടിച്ച ബാംഗ്ലൂരും രാജസ്ഥാനും അടക്കം എല്ലാവരും കൃത്യമായ ഇടപെടലുകൾ ലേലത്തിലൂടെയും ഓഫ് സീസണിലും നടത്തുമ്പോൾ പഴയ ഗരിമയും പറഞ്ഞിരിക്കാനാണ് ദൈവത്തിൻ്റെ പോരാളികൾക്കിഷ്ടം. 5 കിരീടത്തിൻ്റെ പ്രതാപവുമായി സ്ഥിരം ടീമിനെ തന്നെ ഇറക്കുന്നു. പ്രത്യേകിച്ചൊരു തന്ത്രവുമില്ലാതെ അത്യാവശ്യം ബ്ലണ്ടറുകൾ നടത്തി ഹാർദിക് പാണ്ഡ്യയുടെ ടീം ബേഷായി തോൽക്കുന്നു. ഇതിപ്പോൾ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കോട്ട എന്ന് വിളിച്ചിരുന്ന വാങ്കഡയിൽ വരെ എല്ലാവരും വന്ന് ചെണ്ടയാക്കി വിടുകയാണ് മുംബൈയെ. ഓരോ മത്സരവും നിർണായകമാണ്. ഒരു പരിധിക്കപ്പുറം അവസരം ആർക്കും കൊടുക്കരുത്, അതെത്ര എലൈറ്റ് പ്ലെയർ ആയാലും. മിന്നിക്കാൻ അവസരം കാത്ത് താരങ്ങൾ ഒരുപാടുണ്ട്. ആദ്യ 4 കളികളിലും ഡീകോക്ക് ബെഞ്ചിലിരുന്നത് തുടക്കത്തിൽ തന്നെ റിയാൻ റിക്കൽട്ടൺ രോഹിത് ശർമ്മ ജോഡി നല്ല തുടക്കം നൽകിയതുകൊണ്ടാണ്. എന്നാൽ ആദ്യ കളിയിലെ ഇന്നിങ്സിൻ്റെ ബലത്തിൽ റിക്കൽട്ടൺ അങ്ങനെ ടീമിൽ കടിച്ചു തൂങ്ങിക്കിടപ്പുണ്ട്. രോഹിത്തിന് പരിക്കേറ്റപ്പോൾ മാത്രമാണ് ഡീകോക്കിന് അവസരം വന്നത്. സെഞ്ചുറിയോടെ താൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് ഡീകോക്ക് തെളിയിക്കുകയും ചെയ്തു. ജസ്പ്രീത് ബുംറയുടെ ഫോമിലാണ് മുംബൈയുടെ ആശങ്കകൾ അത്രയും. IPL സീസണിൽ ഇതുവരെ 5 മത്സരങ്ങളിലായി 164 റൺസാണ് ബുംറ വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റ് പോലും നേടാനായിട്ടില്ല. 8.63 എന്ന ഭേദപ്പെട്ട ഇക്കോണമി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും വിക്കറ്റ് എടുക്കാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കൊൽക്കത്തക്കെതിരായ ആദ്യ മത്സരത്തിൽ 35 റൺസാണ് ബുംറ വിട്ടുകൊടുത്തത്. ഇക്കോണമി 8.75. ഡൽഹിക്കെതിരെ 4 ഓവറിൽ 21 റൺസ് മാത്രമാണ് വിട്ടു നൽകിയത്. എന്നാൽ വൈഭവ് സൂര്യവംശി ആഞ്ഞടിച്ച മത്സരത്തിൽ രാജസ്ഥാനെതിരെ ബുംറയുടെ ഇക്കോണമി 10 മുകളിലായിരുന്നു. RCBക്കെതിരെ 35 റൺസ് വിട്ടുകൊടുത്തു. ഇക്കോണമി 8.75. അവസാനം കളിച്ച പഞ്ചാബിനെതിരായ മത്സരത്തിൽ വഴങ്ങിയത് 4 ഓവറിൽ 41 റൺസ്. ഇക്കോണമി 10.25. ശരിക്കും ബുംറയ്ക്ക് എന്താണ് പറ്റുന്നത്? ചില മത്സരങ്ങളിലെങ്കിലും എതിർ ടീമുകളുടെ അമിത ബഹുമാനം ബുംറയ്ക്ക് കിട്ടുന്നുണ്ട്. അതായത് ബുംറയെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാതെ ആ 4 ഓവർ സേഫായി കളിക്കുക. ബൗണ്ടറിയോ സിക്സറോ കിട്ടിയാൽ ബോണസ് എന്ന ഭാവത്തിൽ ബാക്കിയുള്ളവരെ അടിച്ച് പദം വരുത്തുക. ബുംറയുടെ 4 ഓവർ കരുതലോടെ കളിച്ചാലും മത്സരം ജയിക്കാനുള്ളത് ശേഷിച്ച 16 ഓവറുകളിൽ നിന്നൊക്കെ തന്നെ എതിരാളികൾ അടിച്ചെടുക്കും. ബുംറയ്ക്ക് നല്ലൊരു പങ്കാളിയില്ലെന്നത് സത്യമാണ്. ട്രെന്റ് ബോൾട്ട് പഴയ നിഴലിലാണ്. 12 മുകളിലാണ് ഇക്കോണമി. വിക്കറ്റുകളും വീഴ്ത്താനാകുന്നില്ല. ദീപക് ചഹറും ഷാർദുൽ ഠാക്കൂറും ഒക്കെ നല്ലവണ്ണം അടി വാങ്ങുന്നുണ്ട്. സീസണിൽ ഏറ്റവും കുറവ് വിക്കറ്റ് എടുത്ത ടീം മുംബൈയാണ്. ഏകദേശം 5 ഓവർ എറിയുമ്പോൾ മാത്രമാണ് മുംബൈക്കൊരു വിക്കറ്റ് ലഭിക്കുന്നത്. ബുംറ പഴയ പോലെ ഒരറ്റത്ത് നിന്ന് വിക്കറ്റ് എടുത്താൽ മറ്റ് ബൗളേഴ്സിനും സമ്മർദ്ദം കൊടുക്കാൻ കഴിയും. എന്നാൽ ഭേദപ്പെട്ട ഇക്കോണമി സൂക്ഷിക്കുന്നുവെന്നല്ലാതെ ബുംറയ്ക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. 1 മാസം മുമ്പ് ലോകകപ്പ് ഫൈനലിൽ 15 റൺസിന് 4 വിക്കറ്റ് നേടി പ്ലെയർ ഓഫ് ദ മാച്ച് ആയ ശേഷമാണ് ഈ വിധം ബുംറ നിരാശപ്പെടുത്തുന്നത്. പതിവില്ലാത്ത വിധം സ്ലോ ബോളുകൾ എറിയുന്നതാണ് ബുംറയ്ക്ക് വിനയാകുന്നതെന്നാണ് ഇന്ത്യൻ മുൻ താരം ഇർഫാൻ പത്താൻ പറയുന്നത്. 130 സീസണിൽ ബുംറയുടെ പന്തുകളുടെ ശരാശരി വേഗം. 40% ബുംറ സ്ലോവർ ബോളുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. സീസണിൽ അതായത് 3-ൽ 1 പന്ത് സ്ലോവറാണ്. സ്ലോ ബോൾ കുറച്ച് പഴയ രീതിയിൽ തന്നെ പന്തെറിഞ്ഞാൽ മതിയെന്ന് പത്താൻ പറയുന്നു. ജസ്പ്രീത് ബുംറയ്ക്ക് കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ലെന്ന് മുൻകൂർ ജാമ്യമെടുത്താണ് പത്താൻ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നതും. ആരാധകരും ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ഒരുപോലെ വിരൽ ചൂണ്ടുന്നത് ഹാർദിക് പാണ്ഡ്യയിലേക്കാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ മികവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും മുംബൈ ഇന്ത്യൻസിലേക്കുള്ള പാണ്ഡ്യയുടെ 2ാം വരവ് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമുള്ള ഒരുപാട് മുംബൈ ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് നഷ്ടം ഹാർദിക്കിനും മുംബൈക്കും ഒരുപോലെയുണ്ട്. ചെന്നൈക്ക് ധോണി എന്ന പോലെ, മുംബൈക്ക് രോഹിത് എന്ന പോലെ, ബാംഗ്ലൂരിന് കോഹ്ലി എന്ന പോലെ ഗുജറാത്തിൻ്റെ ഐക്കണാകാമായിരുന്നു ഹാർദിക്കിന്. ആദ്യ സീസണിൽ തന്നെ കിരീടവും 2ാം വർഷം റണ്ണറപ്പാക്കിയും ഹാർദിക് ആരാധകർക്കിടയിലൊരു ട്രസ്റ്റ് തുടക്കത്തിലെ ഉണ്ടാക്കിയെടുത്തിരുന്നു. ടൈറ്റൻസിൽ നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ഒരു ഇല അനങ്ങിയാൽ പോലും ഹാർദിക് അറിയുമായിരുന്നു. എന്നാൽ ആ ചൂരൽ സൂപ്പർ സ്റ്റാറുകളുടെ കൂടാരമായ മുംബൈയിൽ വില പോയില്ല. കൂവലോടെയാണ് ഹാർദിക്കിനെ വാങ്കഡെ 2ാം വരവിലെതിരേറ്റത്. ഹാർദിക്കിനോടുള്ള വെറുപ്പിനേക്കാളേറെ രോഹിത്തിനെ എത്രമാത്രം ആ നാട് ഇഷ്ടപ്പെടുന്നുവെന്നായിരുന്നു ആ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ. മുംബൈ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുംബൈ താരങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട്
ഒട്ടും പ്രതീക്ഷ തോന്നുന്നില്ലെന്നാണ് ഇന്ത്യൻ മുൻ താരം ആർ അശ്വിൻ പറയുന്നത്. ടീമിന് ഇപ്പോൾ വേണ്ടത് ഒരു ഫ്രഷ് ആറ്റിറ്റ്യൂഡാണ്. ഒരു എക്സ് ഫാക്ടർ പ്രകടനം വേണം. ദൗർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല, അശ്വിൻ പറയുന്നു. പഞ്ചാബിനെതിരായ തോൽവിയോടെ പ്രസന്റേഷൻ സെറിമണിയിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്നാണ് ഹാർദിക് നിസ്സഹായതയോടെ തുടങ്ങിയത്. ഈ തോൽവി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പഠിപ്പിച്ചു. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ഹാർദിക് പറയുന്നു. ബുംറയ്ക്കും ഹാർദിക്കിനും പുറമെ സൂര്യകുമാർ യാദവ്, റിയാൻ റിക്കൽട്ടൺ, തിലക് വർമ്മ എന്നീ താരങ്ങളാരും ഫോമിലേക്ക് എത്താത്തതാണ് മുംബൈക്ക് തിരിച്ചടിയാകുന്നത്. 2 ലോകകപ്പ് ജേതാക്കളായ ക്യാപ്റ്റന്മാരും 4 ലോകകപ്പ് വിന്നിംഗ് ടീം അംഗങ്ങളുമുള്ള ടീമാണ് കളത്തിൽ പലപ്പോഴും ഉത്തരമൊന്നുമില്ലാതെ നിൽക്കുന്നത്. അതിനിടയിലാണ് കളത്തിൽ തന്നെ സീനിയർ താരങ്ങളുടെ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നതും. പഞ്ചാബിനെതിരെയും കണ്ടു അത്തരത്തിലൊന്ന്. ബുംറ പന്തെറിയുമ്പോൾ ഫീൽഡ് പ്ലേസ്മെന്റിനെ ചൊല്ലിയുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് ഇരുവരും തമ്മിലുള്ള പരസ്യമായ തർക്കത്തിലേക്ക് നയിച്ചത്. മത്സരത്തിനിടയിൽ ബുംറ പന്തെറിയാൻ തയ്യാറെടുക്കുമ്പോൾ ഹാർദിക് സ്വന്തം ഇഷ്ടപ്രകാരം ഫീൽഡർമാരെ വിന്യസിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ബുംറ അത് മാറ്റാൻ നോക്കിയെങ്കിലും ഹാർദിക് തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ നിരാശ ബുംറയുടെ മുഖത്ത് പ്രകടവുമായിരുന്നു. ഹാർദിക് ഗുജറാത്തിൽ നിന്ന് തിരിച്ചു വന്നത് മുതൽ സീനിയർ താരങ്ങളോടും ലെജൻസിനോടും ഈ വിധമാണ് പെരുമാറുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണ്. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഹാർദിക്കിനെ മാറ്റണമെന്നാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. പകരം ആരു വരുമെന്നൊരു ചോദ്യവും ബാക്കിയുണ്ട്. രോഹിത്തിന് പ്രായമായി. സൂര്യ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യക്ക് ലോക കിരീടം സമ്മാനിച്ചെങ്കിലും മുംബൈയിൽ അതല്ല അവസ്ഥ. മാത്രമല്ല മോശം ഫോമും പ്രായവും ഒരു തടസ്സമാണ്. ബുംറ ആ മുൾക്കിരീടം ഇനി അണിയുമോ എന്ന് കണ്ടറിയണം. തിലക് വർമ്മയാണ് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്. മുംബൈ വളർത്തിക്കൊണ്ടുവന്ന താരമാണ് തിലക്. 23 വയസ്സ് മാത്രമേ പ്രായവുമുള്ളൂ. ഭാവി മുന്നിൽ കണ്ട് സമയം കൊടുത്താൽ തിലകിനെ നെക്സ്റ്റ് ബിഗ് തിങ്കാക്കി വളർത്തിക്കൊണ്ടുവരാം. എത്രയോ പേരെ എലൈറ്റ് താരങ്ങളാക്കിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ് അങ്ങനെ.